ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ഇന്നലെ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചിനി. അപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാവ് അരച്ച പാത്രം ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളിങ്ങനെ മാവ് അരച്ച് വെച്ചപ്പം തുറന്നിട്ട മാവല്ലേ എന്തിനാ ഞങ്ങൾ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു. അത് ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു പാത്രത്തേക്ക് ഇതേമാതിരി മാവ് അരച്ച് വെച്ചു. അപ്പോൾ അതിക്ക് ഒലിച്ചിറങ്ങി, കുറേ അധികം ഒലിച്ചിറങ്ങില്ല. അപ്പം ഞാൻ ആ മാവ് യൂസ് ചെയ്ത് എനിക്ക് കളയാൻ തോന്നിയില്ല. മാവ് എന്താ പറയുക, നമ്മൾ മാവ് അടച്ച് വെച്ചിക്കണ്, ആ പാത്രം അടച്ച് വെച്ചിട്ടില്ല. അപ്പം അങ്ങനെ ആരാണെങ്കിലും ആ കമൻ്റ് ഇട്ട ആൾക്ക് വളരെ നന്ദി കേട്ടോ. നമുക്ക് ഓരോരോ അറിവുകൾ കിട്ടുകയാണല്ലോ. അത് ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കാതെ ഞാനങ്ങനെ എടുത്തു പോവുകയും ചെയ്തു. അപ്പം ആ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നല്ലൊരു പാത്രം കമിഴ്ത്തി കൊടുത്തിക്കണം കേട്ടോ. ഇന്ന് മാവരച്ച ശേഷം ഇഡലിക്കാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും ഇഡ്ഡലി ആക്കാൻ വിചാരിച്ചു. അപ്പം സാമ്പാർ ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചക്കും കൂടി കണ്ടുകാണാൻ ഉണ്ടാക്കും ചെയ്യാമല്ലോ. ഒരു വടിക്ക് രണ്ട് പക്ഷി. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ എടുക്കുമ്പം തന്നെ നമ്മൾ കറിക്കും ഉപ്പേരിക്കും എന്തൊക്കെയുള്ള ഒറ്റടിക്കണ്ട് ഒരു മുറത്തേക്ക് എടുത്തുകാണാൻ കൊണ്ടുപോകാറ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കാൻ നിൽക്കില്ല. അപ്പോൾ ഒരു കോളിഫ്ലവറും ഉണ്ട് കേട്ടോ. അതൊരു മസാല ആക്കിയാണ്ട് അങ്ങനെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അങ്ങനെ അതും വെക്കണം. പിന്നെ സാമ്പാറും ഉണ്ടാക്കണം. അതിനുള്ള പച്ചക്കറികളൊക്കെ ഞാനൊരു മുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ആദ്യം തന്നെ ചോറിന് അരി അടുപ്പത്തിട്ടിക്കണേ. റേഷനരി ആയതുകൊണ്ട് വെള്ളവും അരിയും ഒക്കെ ഒപ്പം ഗ്യാസുമ്മൽ വെച്ചിട്ടാണ് ഞാൻ പച്ചക്കറി എടുക്കാൻ പോയത്. അങ്ങനെ എൻ്റെ രാവിലത്തെ ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. പരിപ്പ് നല്ല വേവുള്ള പരിപ്പായതുകൊണ്ടാണ് ഫസ്റ്റ് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ പച്ചക്കറിയും പരിപ്പും ഒക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് പരിപ്പ് വേവുള്ളതായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതവിടെ വേവാൻ വെച്ചു. ചോറ് അടുപ്പത്ത് അതും വേവാൻ വെച്ചു. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കുക. സാമ്പാർ വെറും ഉള്ളിയും കിഴങ്ങും തക്കാളിയും കുറച്ച് വെണ്ടയ്ക്ക ഇട്ടുകൊണ്ട് മാത്രമുള്ളൊരു സിമ്പിൾ സാമ്പാറാട്ടോ. അപ്പോൾ കോളിഫ്ലവർ കട്ട് ചെയ്ത് കൊടുത്തിട്ടേ നമുക്ക് കുറച്ച് തിളച്ചെള്ളം ഒഴിച്ചെടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാതെ കിടക്കുന്നുണ്ടാവും പുഴു. അപ്പോൾ ആ തിളച്ചെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നോളും. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല, ഫ്രഷ് ആയി തന്നെയാണ്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിനി. അപ്പോൾ അതൊന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് അതിനെ ഇന്ന് പൊരിക്കായി അരച്ചുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളെ ഐസൊക്കെ ഒന്ന് പോവണമല്ലോ. അപ്പോൾ ഇത് രാവിലെ 6 മണി തൊട്ടുകൊണ്ട് 8:30 മണിയാകുമ്പോഴത്തേനും നമുക്ക് നമ്മളെല്ലാ പണികളും നമ്മളെ അടിച്ചലും തുടക്കലും നമ്മളെ കിച്ചണിലത്തെ എല്ലാ സംഭവങ്ങളും തീർക്കാമെന്നാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മളെന്താണെങ്കിലും എന്താ പറയുക, തലേന്ന് രാത്രി തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ മനസ്സിലൊരു പ്ലാൻ വേണം. നമ്മൾ രാവിലെ എന്തുണ്ടാക്കും, കടി എന്തുണ്ടാക്കും, ഉച്ചക്ക് എന്തുണ്ടാക്കും എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് നടക്കും. പ്ലാന് മാത്രം പോരാ, അതിൻ്റെ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെക്കണം. അപ്പോൾ നമുക്ക് രാവിലെ 6 മണി തൊട്ട് ഒരു 9 മണിയാകുമ്പോഴത്തേന് നമുക്ക് ഫ്രീ ആവാം. അപ്പോൾ കണ്ട ഞാൻ ആ വേസ്റ്റൊക്കെ മുറത്തേക്ക് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിക്ക് ആ മുറത്തത്തെ ഒക്കെ തട്ടിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ മുറ കൊടുക്കുക നമുക്ക് തെങ്ങ് കൊണ്ടുപോയി തട്ടിക്കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് നമ്മളെ പണികൾ കഴിക്കാനുള്ള ഓരോരോ ടിപ്പുകളും കൂടി ഇട്ടത്. അങ്ങനെ നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കുക. അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവൊക്കെ നല്ലോണം ഞാൻ ഉപ്പിട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെച്ചിനി. നമുക്ക് ഓരോരോ തട്ട് വെച്ചുങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് വർക്കോ അല്ലെങ്കിൽ വേറെ കേക്കിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വേഗം പണിയൊരുക്കിങ്ങാണ്ട് 9 മണിയാകുമ്പോഴത്തേന് ഫ്രീ ആവാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ദിവസമാണ്. അപ്പം അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ പറ്റിയ എന്താ പറയുക സിമ്പിൾ ടിപ്പുകൾ കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ വീട്ടിലത്തെ പണി മാത്രം ചെയ്തുകൊണ്ട് വൈകുന്നേരം ആക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തോലൊക്കെ അതൊന്ന് ചെയ്ത് നോക്കണ്ടേ. നമ്മൾ പെട്ടെന്ന് പണി തീർത്തുകൊണ്ട് നമുക്കൊരു ഭാഗത്തിരിക്കാൻ നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ മസാല കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അരി ഇട്ടെടുത്ത് ഒരു 2 സവാള കട്ട് ചെയ്തത് അതും ഇട്ടെടുത്ത് കണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കുറച്ച് വാടി വന്നപ്പം തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തുകൊണ്ട് അതും ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കന് മുളകിടുന്ന അതിക്കുള്ള എല്ലാ മസാല ഇത് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് വെള്ളയിക്കാതെ ഗ്രേവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വാടി വരട്ടെ. അപ്പോഴത്തേന് നമ്മളെ സാമ്പാർ നമുക്ക് പരിപ്പൊക്കെ വന്നിക്കണമല്ലോ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മളെ സാമ്പാർ പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഒറ്റ വിസിലിന് ഓഫ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വിസിലടുപ്പിച്ചാൽ. അപ്പോൾ എന്താ പറയുക സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. വെണ്ടയ്ക്ക നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ നമ്മളെ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി വേവിക്കാൻ വെച്ചത്
അതൊക്കെ കഴിക്കണം. അതേപോലെ ചോറ് തിളച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കണ്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ റേഷൻ അരിയാണ് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും അതിൽ കടന്നുകാണ്ട് ഒന്ന് പോകും. അപ്പോൾ ഞാൻ ഗ്യാസ് വന്ന് കേട്ടോ, ഗ്യാസ് 3 അടുപ്പുണ്ടെങ്കിലും അത് വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ ആവണ കാര്യങ്ങളിങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മുളകും പൊടിയും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമ്മളെ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ലാസ്റ്റ് ഞാൻ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതും കളറിന് വേണ്ടിങ്ങാണ്ട് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുത്തുക്കണമല്ലോ നമ്മളെ എന്താ പറയുക കോളിഫ്ലവർ, അതൊക്കെ ഞാൻ ഊറ്റി വെച്ചിക്കണ്. ഞാൻ അത് ഈ മസാലയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ പിന്നെ അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ആ ഗ്രേവിയിൽ കടന്നുകൊണ്ട് തന്നെ സിമ്മിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ വേവിച്ചെടുത്തേക്കാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുത്തുങ്ങാണ്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതിന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി അഥവാ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരിക്കലും. ചുടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇറച്ചി മീനൊന്നും വേണ്ട, നല്ല എന്താ പറയുക ഉഷാറാണ്. ഇത് മാത്രം കൂട്ടിങ്ങാണ്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പം പിന്നെ സാമ്പാറും പിന്നെ കോളിഫ്ലവറും മീനൊക്കെ ഉണ്ട്. അതുണ്ടാക്കുന്ന ഇടയിൽ നമ്മൾ ആദ്യം ഉറക്കപ്പിരാന്തിലാട്ട നീച്ച് വരുന്നത്. ഓന് ഇന്നലെ ഫാൻറ്റും ട്രൗസറും ഒക്കെ പാടിട്ടുങ്ങാണ്ടാണ് കിടന്നത്. അപ്പോൾ ആ ഫാൻറ്റ് ഒന്ന് കഴിച്ചുങ്ങാണ്ട് ഫ്രീ ആക്കിങ്ങാണ്ടാണ് കിടത്തിയത്. അപ്പം ഉണന്ന് നീച്ചപ്പോൾ തന്നെ ഈ ഫാൻറ്റും കൊണ്ടാണ് വരുന്നത് ഇട്ട് കൊടുക്കാൻ. അതിങ്ങനെ ടൈറ്റിൽ കിടക്കുകയല്ല. അപ്പോൾ രാത്രി അങ്ങനെ ടൈറ്റിൽ കിടക്കണ്ടല്ലോ വിചാരിച്ചുങ്ങാണ്ട് ഒന്ന് കഴിച്ചിട്ട് കൊടുത്തതേനി. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് ഓന് സമാധാനമായത്. അപ്പോൾ മറ്റോ നീച്ചിട്ടില്ല. അപ്പോൾ ഓനൊന്ന് എടുത്തുങ്ങാണ്ടൊക്കെ ഒന്ന് കൊഞ്ചിച്ചിട്ട് ഓൻ്റെ എന്താ പറയുക ഉറക്കപ്പിരാന്തൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ബാക്കിയുള്ള പണി എടുക്കാൻ. അങ്ങനെ ഓനവിടെ എത്തിങ്ങാണ്ട് നമ്മളെ കോളിഫ്ലവർ മസാല അടുപ്പത്തുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിരിക്കണം. നമ്മളെ സാമ്പാർ ഒരു അടുപ്പത്ത് അങ്ങനെ അത് വേവണുണ്ട്. നമ്മൾ ആദ്യക്കൂട്ടം നീച്ചിട്ടില്ല കേട്ടോ, ആദ്യമാണ് മുന്നിൽ നീച്ചതെന്ന്. അപ്പോൾ രണ്ടാളും പാടെ നീച്ച് വരുമ്പോൾ തന്നെ ഒരുവിധം പണിയൊക്കെ ഒരുക്കണം. പിന്നെ ഇഡ്ഡലി തട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടാട്ടോ ഇന്ന് ഇഡ്ഡലി എടുക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ നമ്മളെ ഇഡ്ഡലിൻ്റെ മാവിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടുക്കണം കേട്ടോ. ചാക്കേരിയും പച്ചരിയും വെച്ചുങ്ങാണ്ട് ആ റെസിപ്പിയാണ് ഇട്ടത്. അത് കുറേ ആൾക്കാർ ട്രൈ ചെയ്തുങ്ങാണ്ട് ഉഷാറായി എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മളെ മസാല ഉണ്ടല്ലോ കോളിഫ്ലവർ മസാല, അത് റെഡി ആയിട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ കോളിഫ്ലവർ മസാല ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. പിന്നെ നമ്മളെ സാമ്പാറും തന്നെ അതൊക്കെ വെന്തിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞുകൊണ്ട് ഒഴിക്കണം. ഇതും തന്നെ ഒന്ന് നല്ലോണം തിളക്കണം കേട്ടോ, പുളി വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ ഞാനിത് തിളച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ വെണ്ടയൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ തൂമിച്ചുങ്ങാണ്ട് ഒന്ന് കുക്കറിൻ്റെ അടച്ച് വെച്ച് കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ ആ ചൂടിൽ കടന്നുങ്ങാണ്ട് ആ വെണ്ടക്ക വേവും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുങ്ങാണ്ട് കടുവും കറിവേപ്പിൻ്റെ ഇലയും ഉലുവിയും ഒക്കെ ഇട്ടെടുത്തുങ്ങാണ്ട് പിന്നെ ഞാൻ അതിക്ക് നമ്മളെ സാമ്പാറും പൊടി ഉണ്ടല്ലോ അതും ഇട്ടെടുത്തുങ്ങാണ്ട് നമ്മളെ സാമ്പാർക്ക് ഒഴിച്ചെടുത്തുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുങ്ങാണ്ട് അത് അടച്ച് വെക്കുക. അപ്പോൾ അതിൽ കടന്നുങ്ങാണ്ട് തന്നെ നമ്മളെ വെണ്ടക്ക വേവും. പിന്നെ ഞാൻ മീനൊക്കെ നല്ലോണം കഴുകിയിട്ട് മസാല പുരട്ടി വെച്ചിന് അതൊന്ന് പൊരിച്ചെടുക്കുക. നാണിപ്പാക്കിയും കുറച്ച് കഴിഞ്ഞാൽ പോവുക, പോൽക്കും ചോറ് കൊണ്ടുപോകും ഇപ്പോൾ പൊരിച്ചെടുത്താൽ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കാനാവുമ്പോഴേ മീൻ പൊരിക്കുള്ളൂ. അങ്ങനെ ഉച്ചക്ക് മാത്രമുള്ളത് പൊരിക്കാനെടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, മുഴുവനായിട്ടും കാണുക. അപ്പം എല്ലാവരും ഓരോരുത്തരെ കമൻറ്റ് ഞാൻ വായിക്കലുണ്ട്. ഒക്കെ കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഇട്ടോ ഒരുപാട് നന്ദിയുണ്ടേ. അങ്ങനെ പാത്രം മുറിനിടയിൽ കൂടെ നമ്മളെ മീനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീനും വയ്ക്കണ്. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് നമ്മളെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കണം. നാണിപ്പാക്കാക്കും വാവക്കും ഒക്കെ ചോറ് കൊണ്ടുപോകണമല്ലോ. ഇപ്പോൾ ഒരു 8 മണി ആവാനായിക്കണ്. അപ്പം പിന്നെ നാണിപ്പാക്ക ചായക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ചായക്ക് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഇഡ്ഡലിയും ഒക്കെ അയക്കിട്ടുങ്ങാണ്ട് സാമ്പാറൊക്കെ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ, വാങ്ങല്ലേ അറിയണം, പിടിച്ച് വലിച്ച് വാങ്ങുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തവർക്ക് കാട്ടി കൊടുക്കട്ടെ നമ്മളെ സാമ്പാറും ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയേനി. അപ്പം നമ്മളെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പം നമ്മളെ ചോറ് ഞാൻ റേഷൻ അരിയാണല്ലോ വെച്ചിരിക്കണത്. ഇത് വാവൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ. അത് പിന്നെ ഒന്നുകൊണ്ട് അമർത്തി കൊടുത്തിട്ട് നമ്മളെ കോളിഫ്ലവർ മസാലയും പിന്നെ എന്താ പറയുക ഒരു പീസ് മീനും വെച്ചെടുത്ത് ഓൻ്റെത് സെറ്റാക്കിട്ടോ. ഇതുണ്ടെങ്കിൽ ഇതന്നെ മതി, മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ മീൻ ഫ്രൈ ചെയ്തിക്കണമല്ലോ, അപ്പം ഒന്ന് ഓരോ പീസ് വെച്ചെടുത്തു. ഇത് പിന്നെ നാണിപ്പാക്കാൻ്റെ ലഞ്ച് ബോക്സുമാണ്. അപ്പം അങ്ങനെ അയക്കും ഞാൻ മീനും പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ വെച്ചെടുത്തു. പിന്നെ കാക്കാക്ക് പിന്നെ കുറച്ച് ഞാൻ കറിയും കൊടുത്തു കേട്ടോ. പിന്നെ ബാവ പിന്നെ കറിയൊന്നും കൊണ്ടുപോകില്ല, കറിയൊക്കെ ലീക്കാവുന്ന ഇറങ്ങാണ്ട് കൊണ്ടുപോകില്ല.
നാണിപ്പാക്ക പിന്നെ കറിയൊക്കെ കൊണ്ടുപോകും. കറി ഉണ്ടാക്കിക്കണമെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ ഞാനതും ഒരു പാത്രത്തിൽ അതും ആക്കി കൊടുത്തു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം ആക്കി വെച്ച് കൊടുത്ത്. ഒരു രാവിലെ അങ്ങനെ പോകണമെന്ന് ചോറ് കൊണ്ടുപോകൽ തന്നെയാണ്. ഒരുവിധം കയ്യെങ്കിലൊക്കെ ഞാൻ ചോറ് കൊടുത്തയക്കും ചെയ്യും, ചോറ് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ബൈക്കിന് പോകണം എന്നാവുമ്പോൾ ചോറ് നമ്മളെവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇറങ്ങാണ്ട് അങ്ങനെ ചിലപ്പോൾ കൊണ്ടുപോകില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ വണ്ടിയിൽ നമ്മൾ സാധനം കൊണ്ടുപോകുമ്പം അതിലാകുമ്പോൾ ചോറ് എന്തായാലും കൊണ്ടുപോകും. അപ്പം എൻ്റെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആട്ടത്. അപ്പോൾ ഞാൻ ചിയാസീഡൊക്കെ കുതിരാൻ വെച്ചിന് അതിൻ്റെ സ്മൂത്ത് വെച്ചിങ്ങാണ്ട് അതും ഞാൻ കുടിച്ചു കൊടുത്ത്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ. പാത്രമൊക്കെ പിന്നെ ഞാൻ കുറച്ച് കേകി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ ചോറും കറികളും എല്ലാം ഉച്ചക്കുള്ള എല്ലാ ഫുഡും ആയിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചാലൊക്കെ പെട്ടെന്ന് നടക്കും. ആരും അത് വിചാരിക്കായിട്ടാണ്. അതേപോലെ നമ്മളെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആ ഫോണും വരുന്നോ പിന്നെ അന്നത്തെ ദിവസം കണക്കേക്കാരം. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞ് മെഷീനിൽ വാഷ് ചെയ്യാടാണ്ടായിനി അതൊക്കെ ഇട്ടു. എനിക്ക് പിന്നെ മെഷീനിൽ ഒരു ട്രിപ്പൊന്നും അല്ലേ കാരണം 2-3 ട്രിപ്പൊക്കെ ഇടാണ്ടാവും. ദിവസം ഉണ്ടാവും അത്ര കലക്കാൻ. മക്കളത് എല്ലാവരും ഉണ്ടാവും, 2 നേരം കഴിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇടാണ്ടാവും. അങ്ങനെ മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മളെ ബെഡ്ഷീറ്റും ഇതൊന്നും തട്ടിക്കൊട്ടി വിരിച്ചിട്ടില്ല. അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ട് പിന്നെ എന്താ പറയുക ഇതൊക്കെ നമ്മൾ ശരിയാക്കി കണ്ട് തട്ടലും കോട്ടലൊക്കെ കഴിയണം. എന്നാൽ പിന്നെ വേഗം അടിച്ചൊരു തുടക്കാണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ചാനും ഒക്കെ എന്താണ് കഴിയുള്ളൂ. മറ്റേത് അവിടെയും വലിച്ചിട്ട് ഇവിടെയും വലിച്ചിട്ട് അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആക്കിയിടൂല്. ഓല് പോയാലേ നമ്മളെടുത്ത പണി കാണുള്ളൂ. അങ്ങനെ മിതു മദ്രസ ഇട്ട് വന്നിട്ടില്ല കേട്ടോ. വാവ മദ്രസ ഇട്ട് വന്നുങ്ങാണ്ട് ഓന് സ്കൂൾക്ക് പോയി. ഓന് പിന്നെ വേഗം പോകണം. അപ്പോൾ നമുക്ക് അടിയിൽ 2 റൂമും മേലെ 2 റൂമും കേട്ടോ. അപ്പോൾ ഞാൻ ഹോം ടൂർ ഇൻഷാല്ലാ എന്തായാലും വൈകാതെ ഞാൻ ചെയ്യണ്ട കേട്ടോ. അപ്പം അങ്ങനെ മക്കളെ റൂമൊക്കെ തട്ടിക്കൊട്ടി വിരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ റൂമിൽ വന്നുങ്ങാണ്ട് അതും തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഇവിടെ പിന്നെ ആരും വലിച്ചിടാണ്ടാവില്ല. അപ്പുറത്ത് പിന്നെ ഓല റൂമിലുണ്ടാവും അധികം ഓല ബുക്കായിട്ടും ബാഗായിട്ടും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ട് നന്നാക്കാനുണ്ടാവും. ഇത് പിന്നെ ഡ്രസ്സിങ് ഏരിയ കേട്ടോ. അപ്പോൾ കുറച്ച് മടക്കി വെച്ചിട്ടുണ്ടായിനി അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണ്. മടക്കാനൊക്കെ പിന്നെ മക്കളെ ഏൽപ്പിച്ചാൽ അവനാൻ്റെതൊക്കെ അവനാൻ മടക്കും. ഇപ്പോൾ കണ്ട സമയം 8:20. അപ്പോൾ അതിന് നമ്മൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ച് വരാനും തുടക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് അതിൻ്റെ ഇടയിൽ മദ്രസ ഇട്ട് വന്നു. അപ്പോൾ മദ്രസ ഇട്ട് വന്നപ്പം എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടീനെ ഇട്ടത് ചെയ്തത് ഈ വർക്ക് ചെയ്തത്. അപ്പോൾ അവൾ കൊടുത്തയച്ചതാണ്. അപ്പോൾ ഞാൻ കണ്ടോ. അപ്പം എന്താ പറയുക എനിക്ക് ഈ ഒരു വാക്കുണ്ടല്ലോ അധ്വാനിക്കുന്നവരെ പടച്ചോന് പെരുത്ത് ഇഷ്ടമാണെന്നുള്ള വാക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ആയി ഇങ്ങനൊരു വാക്ക് നമ്മളെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മളെ എവിടെയെങ്കിലും എന്താ പറയുക കിച്ചണിലോ എവിടെയെങ്കിലും വെക്കണം എന്ന് എനിക്ക് കുറേ ആയി ആഗ്രഹം കേട്ടോ. ചെറുതിൽ വിചാരിച്ച് നോക്ക് പിരാന്താണെന്ന്. അല്ല എനിക്കൊരു എന്താ പറയുക ഇതിനോടൊരു ഇഷ്ടമാണ്. അങ്ങനെ അവളോട് പറഞ്ഞപ്പം അവൾ ചെയ്തു തന്നാട്ടോ. അവൾ പല മോഡലും ചെയ്യും, ഫോട്ടോസ് വെച്ചുകൊണ്ടൊക്കെ ചെയ്തു തരും. അപ്പം നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.